പാലക്കാട് നിന്ന് വരുന്നു വിവേക്. എന്നാ ചെയ്യുക? ഞാൻ മഹേന്ദ്ര കാർ ഷോറൂമിൽ സെയിൽസ് കൺസൾട്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്യണം. അപ്പം മിമിക്രി ആണോ ഇന്ന്? അതെ, ഞാൻ എന്നൊരു 4 പേർക്ക് ശബ്ദാനുകരണം പിന്നെ 2 പേരുടെ സ്പോട്ടപ്പ് ആണ്. അപ്പോൾ ഒരു കോംബോ പാക്ക് ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. നിങ്ങളുടെ അവിടെ ഫംഗ്ഷൻസ് ഒക്കെ നടക്കുമ്പോൾ താങ്കളുടെ പെർഫോമൻസ് ഒക്കെ സ്ഥിരം ഉണ്ടോ അവിടെ? ചെറുതായിട്ട് ചെയ്യാറുണ്ട്. ആണ്, സൂപ്പർ. അപ്പൊ എന്തായാലും ഇന്ന് നമുക്ക് വിവേകിന്റെ പെർഫോമൻസ് കാണാം അല്ലേ? റെഡി അല്ലേ? ആദ്യം എന്താ സ്പോട്ടപ്പ് ആണോ അതോ വോയിസസ് ആണോ എടുക്കുന്നത്? ആദ്യം സ്പോട്ടപ്പ് ആണ്. സ്പോട്ടപ്പ് ആണ്. അപ്പൊ നമ്മുടെ സ്പോട്ടപ്പിന്റെ സ്പോട്ട് അവിടെയാണ്. അവിടെ പോയി പൊളിച്ചിട്ട് വാ. ഓരോ വാഹനവും ഓരോ കുടുംബമാണ്. നിങ്ങളുടെ വിലയൊഴിച്ചും അവരെ ഇരുട്ടിലാക്കരുത്. രാത്രി കാലങ്ങളിൽ ഡിംലൈറ്റ് ശീലമാക്കൂ. നിന്നിവിടെ തോൽപ്പിച്ച നിനക്ക് നിന്റെ പെങ്ങളെ കൊണ്ടുപോവാം. നീ തോറ്റാൽ അവിടെ ഇവിടുന്ന് ചാടും. ജയിലിൽ ഇറങ്ങില്ല. നമ്മളിലൊരാൾ ജയിക്കുന്നവരെ. ആന്റണിച്ച കൊച്ചിന്റെ കൂടെ ഇരിക്കണ്ടേ? കഴുകന്മാർ കട്ടമിട്ട് വർക്കാണ്. മോളിറങ്ങിക്കോ. ബുദ്ധിയുണ്ട്, ഹൃദയമുണ്ട്. 2019 സാർ. അങ്ങനെ നിർവഹിച്ച് തുടങ്ങിക്കൂടെ സൗന്ദര്യത്തിൽ നമുക്ക്? ഇനി മേലാൽ പിള്ളേർക്ക് പോളിയോ കൊടുക്കാൻ പോലും നിന്നൊന്നും ഇവിടെ കണ്ടുപോരുന്നു. വിവേക്, തകർപ്പൻ പെർഫോമൻസ് ആയിരുന്നു. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. പെട്ടെന്ന് തീർന്നു പോയി എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ എനിക്ക്. ശരി, അപ്പൊ നമുക്ക് ഇനി അടുത്തത് തന്നെ വോയിസസ് അല്ലേ കേൾക്കാൻ പോകുന്നത്? ഓക്കെ, ലെറ്റ്സ് ഡു ഇറ്റ്. പൃഥ്വിരാജാണ്. അദ്ദേഹത്തിന്റെ താൻ തോന്നിയ സിനിമയിലെ സെന്റിമെന്റ്സ് ഡയലോഗാണ്. പെറ്റമ്മയുടെ വാത്സല്യം, ജീവിച്ചിരിക്കുന്ന അപ്പന്റെ ആത്മാവിലേക്കുള്ള വെളിച്ചം ഊതിക്കെടുത്തിയതിന്റെ പാരിതോഷികം. ഒരു കവളൂടെ ബാക്കിയുണ്ട് ആശാനെ. ചെയ്തത് തെറ്റായി പോയിന്ന് തോന്നിയെങ്കിൽ ഇവിടുന്നുമാകാം ഒരു തലോടൽ. കൊച്ചുപ്രായത്തിലെ കൊച്ചുകുഞ്ഞിന് അമ്മച്ചിയുടെ താരാട്ട് നല്ലതുപോലെ കേൾക്കാൻ പറ്റാതെ പോയത് കൊണ്ട് ഇതൊന്നും എനിക്ക് തല്ലല്ല ആശാനെ. താരാട്ട, ഈ താൻ തോന്നിക്കുള്ള താരാട്ട്. താങ്ക് യു. നെക്സ്റ്റ് ടോവിനോ തോമസ്. അദ്ദേഹത്തിന്റെ ലൈവ് വോയിസ് ആണ്. ഒരു ഇന്റർവ്യൂലൊക്കെ പറയുന്ന പോലത്തെ ഒരു ലൈവ് വോയിസ്. ബേസിക്കലി ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഭൂരിഭാഗം കാമുകന്മാരും ചെയ്യുന്നത് എനിക്കൊരു പെൺകുട്ടി ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചാ പെൺകുട്ടി ഇഷ്ടമല്ല എന്നൊരു രീതി പറയാറുണ്ട്. പക്ഷെ എനിക്ക് ആ രീതിയിൽ അങ്ങനെ കാഴ്ചപ്പാട് വെക്കുന്ന ഒരാളല്ല ഞാൻ. എൻ്റെ രീതിയിൽ ഞാൻ കാഴ്ചപ്പാട് വെക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു പെൺകുട്ടി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ കുട്ടിയെ കല്യാണം കഴിക്കുക എന്ന് മാത്രമാണ് ഞാൻ ചിന്തിക്കാറുള്ളത്. അത് നശിച്ച് കാണണമെന്ന് ചിന്തിക്കാറില്ല. എന്നും നിന്റെ മൊയ്തീൻ സിനിമയിൽ രാജുവേട്ടനെ സജസ്റ്റ് ചെയ്ത സമയത്ത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ആ സിനിമയിൽ അത്രയധികം അപ്പു എന്ന കഥാപാത്രത്തെ സ്നേഹിച്ചിരുന്നു. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ നല്ല രീതിയിൽ എന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. അടുത്തത് ഉണ്ണിമൂന്തനാണ്. അദ്ദേഹത്തെ ഈ വേദിയിൽ വന്നാൽ ഇങ്ങനെ സംസാരിക്കാൻ ലൈവ് വോയിസ് പറയാം. ഹലോ, നമസ്കാരം. ഞാൻ ഉണ്ണിമുകുന്ദൻ. എല്ലാവരും ഒന്ന് കാണാൻ വേണ്ടിയാണ് ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു. എനിവേ എന്തായാലും ലൈവായിട്ട് കാണുന്നതോടൊപ്പം തന്നെ നിങ്ങളെ നേരിട്ട് കാണാൻ പറ്റി. എനിവേ നമ്മുടെ നാദിഷ്ക ഇക്ക നമസ്കാരം. നമസ്കാരം. പകർ ചേട്ടാ, നമ്മൾ കഴിഞ്ഞ ആഴ്ച മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിവേ നമ്മുടെ സ്വന്തം ബാർചേട്ടൻ, ഞാൻ അദ്ദേഹത്തെ കഴിഞ്ഞ ആഴ്ച മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ദുബായിലേക്ക് പോകുന്ന വഴിക്ക് എയർപോർട്ടിൽ വെച്ച്. ഒരുപാട് നന്ദി എന്തായാലും നേരിട്ട് കാണാൻ പറ്റിയതിന്. ഓക്കെ, എന്തായാലും ഈ വേദിയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഒരുപാട് കലാകാരന്മാർക്ക് അവസരം കൊടുക്കുന്ന ഒരു വേദിയാണ് കോമഡി മാസ്റ്റേഴ്സ്. ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഇവിടെ എത്തിപ്പെടുക എന്നുള്ളത്. ഞാൻ സമയം കിട്ടുമ്പോൾ കാണുന്ന ഒരു പ്രോഗ്രാമാണ്. എനിവേ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഓൾ. നെക്സ്റ്റ് സൂര്യയാണ്. അദ്ദേഹത്തിന്റെ 5-ാമത് സിനിമയിലെ ഒരു മാസ് ഡയലോഗാണ്. எவனாக சத்தம் போட்டுங்க சங்கரத்திரவ என்ன சொன்ன நானா நெருக்குவியா சின்னதா வேட சத்து கேட்டவனதா பயந்து பருக்குனால பூராவ നിന്നെ നീ തനമ ഇറയ തൂക്കിട്ട് പോറ കാളുകടാ വാ. ഇനി നമുക്ക് നമ്മുടെ മാസ്റ്റേഴ്സിനോട് ചോദിച്ചു നോക്കാം. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ എന്തായാലും പറയാനുണ്ടാവും. ലെറ്റ്സ് ആസ്ക് ഇക്ക. വിവേക് വളരെ എണ്ണം കൂടുതൽ ചെയ്യാൻ ശ്രമിച്ചില്ല. എണ്ണം കുറച്ച് അറിയാവുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് അത് സ്പോട്ട് ഡബ് ചെയ്തപ്പോഴും അല്ലെങ്കിൽ ലൈവ് വോയിസ് ചെയ്തപ്പോഴും രണ്ടും നന്നായിരുന്നു. അതിലെനിക്ക് ഞെട്ടിച്ചു കളഞ്ഞത് ഈ ഉണ്ണിമുകുന്ദൻ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ഉണ്ണിമുകുന്ദൻ്റെ ശബ്ദം ചെയ്യണ കേൾക്കുന്നത്. പിന്നെ ടോവിയുടെയൊക്കെ കൃത്യം വോയിസാണ്. പലപ്പോഴും നമുക്ക് തൊട്ടടുത്തറിയാവുന്ന ശബ്ദങ്ങൾ. അതിൻ്റെ പേര് രാജുവിൻ്റെ ആണെങ്കിലും ടോവിയുടെ ആണെങ്കിലും പിന്നെ സൂര്യ മാത്രം നമുക്കിങ്ങനെ ഈ അതിൻ്റെ എക്സ്പെർട്ട് അവിടെ ചോദിച്ചാൽ കറക്റ്റായിട്ട് എങ്ങനെ ഉണ്ടായിരുന്നെന്ന് ചോദിച്ചാൽ എങ്ങനെ ഉണ്ടായിരുന്നു പല സൂര്യ വോയിസ്? നിങ്ങൾ പറയുന്ന അതേ അഭിപ്രായമാണ് എനിക്കും പറയാനുള്ളത്. വിവേക്കുടെ ഒരു ക്വാളിറ്റി കണ്ട ഒരു ക്വാളിറ്റി എന്താണെന്ന് വെച്ചാൽ അറിയുന്ന കാര്യം കൃത്യമായിട്ട് സ്റ്റേജിൽ കൊടുക്കുന്നു.
അതാണ് ഒരു കലാകാരൻ എന്ന് പറയുന്നത്. താങ്ക് യു. പണ്ടത്തെ കാലത്ത് ഇതുപോലെ വേദികൾ ഉണ്ടായിരുന്നില്ല, ഇവരുടെ കാലത്തൊക്കെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ വേദിയൊക്കെ ഇരിക്കുന്നത് ഓപ്പർച്യൂണിറ്റീസ് ആണ്. നിങ്ങളൊക്കെ നന്നായിരിക്കണം, നന്നായി വരണം, ആത്മാർത്ഥമായിട്ട് പറയാം. താങ്ക് യു. സൂപ്പർ, താങ്ക് യു സോ മച്ച്. പത്രചേട്ടാ? വിവേകേ, ഇവരിൽ നിന്ന് മറിച്ചൊരു അഭിപ്രായം ഇല്ല. വളരെ വളരെ നന്നായിരുന്നു. മികച്ചൊരു കലാകാരനാണ്. ഒന്ന് രണ്ട് ചോദ്യങ്ങളാണ് എനിക്കുള്ളത്. എത്ര കാലമായി മിമിക്രിയിലേക്ക് വന്നിട്ട്? ഒരു 4-5 വർഷമായി ആയി കാണും. തുടങ്ങിയിട്ടേ ഉള്ളൂ. അതെ അതെ. ആ തുടക്കമാണ് വിവേകിൽ കാണുന്നത്. പക്ഷേ പുതുമയുള്ള പുതിയ കലാകാരന്മാരെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് നന്നായിട്ട് ചെയ്യാനുള്ളൊരു ശ്രമമുണ്ട്. ആർട്ടിസ്റ്റിനെ അനുകരിക്കുന്ന സമയത്ത് നമ്മൾ ഈ മൂക്ക് അമർത്തി പിടിച്ചിട്ട് ചെവി അടച്ച് അങ്ങനെയൊന്നും അല്ലാതെ ആ ഫ്രീ ആയിട്ട് നിന്നിട്ട് അതും കൂടെ ഒന്ന് പ്രാക്ടീസ് ചെയ്യണം. കാരണം അടുത്ത തവണ ഇനി ചിലപ്പോൾ ഒരു പക്ഷേ ഇതിലും വേറെ നല്ല നല്ല ആർട്ടിസ്റ്റുകളുമായിട്ട് നന്നായിട്ട് വരാൻ സാധ്യതയുള്ള ഒരു കലാകാരനാണ് വിവേകൻ അറിയാം. അതുകൊണ്ടാണ്. അപ്പോൾ കുറച്ചും കൂടി പക്ക ആ ഒരു പെർഫോമൻസ് കൂടെ കൊണ്ടുവരണം. ഓക്കെ.